കാല് കുത്താൻ പോലും സ്ഥലമില്ലെന്നാ പറയുന്നത്. ആ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ എൻ്റെ കാറിൽ പോയിക്കോളൂ. ഞാനൊരു ഡ്രൈവർ അറേഞ്ച് ചെയ്യാം. അയ്യോ അതൊന്നും വേണ്ട സർ. പ്രിയൻ എൻ്റെ കൂടെ എംപ്ലോയി അല്ലേ, അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു തരുന്നു. എന്തായാലും ഞാനൊരു ഡ്രൈവറെ കിട്ടുമോ നോക്കട്ടെ. പ്രതാപ, ഞാൻ ലൊക്കേഷൻ അയക്കാം, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ട്. ചേട്ടാ, നമ്മുടെ അമ്മ. കരയല്ലേ മോളെ, എന്റെ നിന്റെയൊക്കെ പ്രാർത്ഥന ഈശ്വരന്മാരെ കേൾക്കാതിരിക്കോ? നമ്മുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ഏട്ടനല്ലേ പറയുന്നത്. സർജറി കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോഴേക്കും അമ്മ പഴയ അമ്മയായിട്ട് മാറിയിട്ടുണ്ടാവും. നീ പ്രാർത്ഥിക്കേ. ഡോക്ടറെ വിളിക്ക് വേഗം. കുട്ടിയെ കൊണ്ടൊന്ന് പുറത്തിറങ്ങി നിൽക്ക്. സിസ്റ്റർ, ഇഞ്ചക്ഷൻ റെഡിയാക്കും. ഡോക്ടർ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു നല്ല ലക്ഷണമല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രിയന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ചേട്ടാ? നമ്മളെ പ്രാർത്ഥിക്കുന്നില്ലേ, നമ്മുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നീ എന്തൊക്കെയാ പറഞ്ഞത്? നീ പറഞ്ഞത് വെച്ച് അരവിന്ദ് സാറും കരുണാകരനും ഏകദേശം ഒരേ സ്വഭാവക്കാരാണെന്നാ ഞാൻ കരുതിയത്. കരുണാകരനെ പോലെ ദുഷ്ടനായിരുന്നെങ്കിൽ സ്വന്തം കാറ് നമുക്ക് വിട്ടുതരുമായിരുന്നോ? ഡ്രൈവറെ അറേഞ്ച് ചെയ്ത് തന്നില്ലേ? ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ കുറിച്ചാണോ നീ മനസാക്ഷി ഇല്ലാത്ത ആള്, കണ്ണിച്ചോരില്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞത്? ശരിക്കും പറഞ്ഞാ എനിക്കും ഇപ്പൊ അത്ഭുത തോന്നുന്നത്. എന്നെയും പ്രിയൻ ചേട്ടനെയും ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരവസരവും അരവിന്ദ് സാർ പാഴാക്കാറില്ല. അത് കമ്പനിയിൽ വെച്ചല്ലേ? അതെല്ലാം മുക്തിയെ സന്തോഷിപ്പിക്കാനുള്ള അരവിന്ദ് സാറിന്റെ അടവായിരിക്കും. ബേസിക്കലി അയാള് നല്ല ആളാ. അങ്ങനെ പറയാൻ വരട്ടെ. ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ കാണുന്നില്ലല്ലോ. നമ്മളെ പറ്റിച്ചതാണെങ്കിലോ? പറ്റിച്ചതൊന്നുമല്ല, അത് ഡ്രൈവറാ. ആ പ്രതാപ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. വാ. ആ പാർവതി, ഇത് പ്രതാപൻ, ഡ്രൈവറാ. പ്രതാപ, പാർവതി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന. ഇത് പാർവതിയുടെ ഫ്രണ്ട്, പേര് മീര. ആ മീര. ഇവർക്ക് ചോറ്റാനിക്കര അമ്പലം വരെ ഒന്ന് പോകണം. ട്രെയിനും ബസ്സൊക്കെ ഫുള്ളാ. നീ ഇവരെ ഒന്ന് അവിടെ എത്തിക്കണം. എത്തിച്ചാൽ മാത്രം പോരാ, പാർവതിക്ക് അവിടെ എന്തൊക്കെയോ പൂജയോ വഴിപാടൊക്കെ ഉണ്ട്. അതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കണം. ചെയ്യാം സാർ. പിന്നെ സേഫായിട്ട് തിരിച്ചെത്തിക്കുകയും വേണം. ശരി സാർ.
വൈകിക്കണ്ട, പുറപ്പെട്ടോളൂ. അല്ല, വഴിച്ചെലവിന് ക്യാഷ് എന്തെങ്കിലും വേണോ? അയ്യോ വേണ്ട സർ, കയ്യിലുണ്ട്. ഇങ്ങനൊരു സഹായം ആരും ചെയ്യില്ല. സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. തരൂ. വേണ്ട സർ. തരൂ.